ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇൻഗ്രീഡിയൻസ്: 2 kg ബസ്മതി റൈസ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണിത്. ആദ്യം തന്നെ നമുക്ക് ഈ ബസ്മതി റൈസ് വേവിച്ചെടുക്കണം. ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് വേവിക്കാം. ഇനി ഇതിലോട്ടുള്ള വെജിറ്റബിൾസ് നോക്കാം. ഇതിപ്പോൾ 3 ക്യാപ്സിക്കം ഉണ്ട്. ഇനി വെജിറ്റബിൾസ് കട്ട് ചെയ്തതാണിത്. അപ്പോൾ ഒരു 2 ക്യാരറ്റ് നന്നായി ചോപ്പ് ചെയ്തത്, പിന്നെ ക്യാപ്സിക്കം അരിഞ്ഞത്, പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഇത് സ്പ്രിംഗ് ഓണിയൻ ആണ്. അപ്പോൾ ഇത് ചെറുതാക്കി കട്ട് ചെയ്യണം. ഇത് സ്പ്രിംഗ് ഓണിയൻ ചെറുതാക്കി കട്ട് ചെയ്തതാണിത്. പിന്നെ ഇതിലേക്കുള്ള വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്യുക. വേണ്ടത് ബീൻസ് ആണ്. ബീൻസ് ചെറുതാക്കി അരിഞ്ഞതാണിത്. ഒരു 4-5 ബീൻസ്. ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള ഗ്രാമ്പൂ, പട്ട, ഏലക്ക. പിന്നെ വേണ്ടത് സോയ സോസ് ആണ്. ഒരു 2-3 സ്പൂൺ. അരി വേവിക്കാൻ വെച്ചത് ഏകദേശം തിളച്ച് തുടങ്ങി. റൈസ് വെന്ത് കഴിഞ്ഞു. റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റൈസിലോട്ടുള്ള ചിക്കനാണിത്. ഇപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കന് വേവിച്ചതാണിത്. കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പും ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണിത്. ഇനി കുക്കിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം ഒരു ചെമ്പ് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തു. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ എടുത്ത് വെച്ച പട്ട, അതുപോലെ ഗ്രാമ്പൂ, ഏലക്ക അതുകൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇതിലിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഞാനിവിടെ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിലോട്ട് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. ഇനി അതിലോട്ട് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായി ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ആ പച്ചമുളക് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അധികം തീ വേണ്ട. പിന്നെ അതിലോട്ട് അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കനാണിത്.
ചിക്കൻ പിച്ചിയെടുത്തതാണിത്. ബോൺലെസ് ചിക്കൻ കുരുമുളകും സോൾട്ടും ഇട്ട് വേവിച്ചെടുത്തതായിരുന്നു. അത് ഇങ്ങനെ ചെറുതായിട്ട് പിച്ചിയെടുത്തിട്ട് ഈ വെജിറ്റബിൾസിലോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. കുറച്ച് റൈസ് ആഡ് ചെയ്യാം. കുറച്ചുകൂടെ റൈസ് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. കുറച്ച് വിനേഗർ ഒഴിച്ചു കൊടുക്കാം ഈ റൈസിലോട്ട്. റൈസ് നേരത്തെ ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് ഇനി സാൾട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഒണിയൻ കുറച്ച് ഈ റൈസിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് സോയാ സോസ് കൂടെ ആഡ് ചെയ്യുക. ഒരു 2-3 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് മിൻറ്റ് ലീവ്സ് കൂടെ ആഡ് ചെയ്യാം. അതുപോലെ കൊറിയാണ്ടർ ലീഫും. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. 2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് ആഡ് ചെയ്യണം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. റൈസുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കി എടുത്ത മുട്ട കൂടി ആഡ് ചെയ്യാം. ഒരു മുട്ട എടുത്തിട്ട് നന്നായിട്ട് ചിക്കിയിട്ട് അത് ഈ റൈസിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. കൂടുതൽ റെസിപ്പീസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.